എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഏപ്രിൽ 14-ാം തീയതിയാണ് വിഷു. അപ്പോൾ വിഷുവിന് എങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിലും നാട്ടിലൊക്കെ എങ്ങനെയാണ് വിഷു ഒരുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല, ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് സാധനങ്ങൾ മേടിച്ചതേ ഉള്ളൂ. പിന്നെ 14-ാം തീയതി അന്ന് വിഷുവിന് തലേന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് വിഷു ഒരുക്കുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിലെ വീട്ടിൽ എങ്ങനെ ഒരുക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ആദ്യം ഗണപതി ഭഗവാന്റെ പടുക്കയാണ് വയ്ക്കേണ്ടത്. ഒരു തുമ്പല എടുക്കുക, അതിൽ തുമ്പല വെച്ചതിന് ശേഷം അതിൽ അവൽ, മലര്, പഴം, ശർക്കര ഇത്രയും വെച്ച് വേണം ആദ്യം ഗണപതി ഭഗവാന് പടുക്ക വെച്ചതിന് ശേഷമാണ് കണി ഒരുക്കാനുള്ളത്. അല്ലെങ്കിൽ ഭഗവാനാണല്ലോ വിഘ്നവിനായകൻ, അപ്പോൾ ഭഗവാന് കൊടുക്കാതെ എന്ത് ചെയ്താലും ഒരിക്കലും നന്നാവില്ല. അപ്പോൾ ആദ്യം ഭഗവാന് നീതിയും വെച്ചിട്ട് വേണം കണി ഒരുക്കാനായിട്ട്. പിന്നെ കൃഷ്ണൻ്റെ മുമ്പിൽ തന്നെ ഇതേപോലൊരു ഉരുളി വയ്ക്കുക. എൻ്റേത് ചെറിയ ഉരുളിയാണ്, അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഉരുളിയിൽ കൊള്ളില്ല കേട്ടോ. ആ ഉരുളിക്കകത്ത് ചില നാട്ടിൽ അരി ഉരുളിയിൽ ഇടും, അതിന് ശേഷമാണ് അതിൽ കണിവെള്ളരി, മത്തങ്ങ എല്ലാ വെജിറ്റബിൾസും വയ്ക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ അവിടെയൊന്നും അങ്ങനെ ഇത് അരി വയ്ക്കില്ല, ഉരുളിയിൽ തന്നെയാണ് പച്ചക്കറിയും എല്ലാം വയ്ക്കുന്നത്. ഡയറക്റ്റായിട്ട് തന്നെ ഇടും, അരി വയ്ക്കാതെയാണ് പച്ചക്കറിയൊക്കെ അതിൻ്റെ അകത്ത് വയ്ക്കുന്നത് കേട്ടോ, ഉരുളിക്കകത്ത് വയ്ക്കുന്നത്. ആദ്യം കണിവെള്ളരി കേട്ടോ വയ്ക്കുന്നത്. ആദ്യം കണിവെള്ളരി വെച്ചു, പിന്നെ മത്തങ്ങ വെച്ചു, പിന്നെ പൈനാപ്പിൾ കേട്ടോ. ഇത്രയും വെച്ചപ്പോൾ തന്നെ എൻ്റെ ഉരുളി നിറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ബാക്കി സാധനങ്ങളൊക്കെ ഞാനൊരു തട്ടത്തിലാണ് വയ്ക്കുന്നത്. നമുക്ക് വെജിറ്റബിൾസ് കൊണ്ട് എല്ലാം വയ്ക്കാം കേട്ടോ, ഇങ്ങനെ അങ്ങനെ വയ്ക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും വയ്ക്കാം, കണിക്ക് വയ്ക്കാം. ഇനി ചക്ക എനിക്ക് ഇത് ഒരുപാട് സാധനങ്ങളൊന്നും കിട്ടിയില്ല. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചുള്ളൂ. വിഷുവിൻ്റെ തലേന്ന് ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കും, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ഇപ്പോൾ ഇത്രയും ഉരുളിയിൽ വെച്ചു. ബാക്കിയെല്ലാം ഫ്രൂട്ട്സൊക്കെ ഞാനൊരു തട്ടത്തിലാണ് വയ്ക്കുന്നത് കേട്ടോ. ബാക്കി ഫ്രൂട്ട്സും ഒക്കെ ഞാൻ ഈ തട്ടത്തിലാണ് വച്ചിരിക്കുന്നത്. ഇത് എല്ലാ ഫ്രൂട്ട്സായ എല്ലാം കഴുകിയിട്ട് വേണം ഭഗവാന്റെ മുമ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. കഴുകാതെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് അതേപടി വയ്ക്കാതെ എല്ലാം കഴുകിയിട്ട് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ ചിലർ മുറിച്ച് വെക്കും, ചിലർ മുറിക്കാതെയും വയ്ക്കും. ഇപ്പോൾ ഞാൻ മുറിച്ചാട്ടോ തേങ്ങ വയ്ക്കുന്നത്. പിന്നീട് കണ്ണാടി വെച്ചു കേട്ടോ. വാൽക്കണ്ണാടിയാണ് വയ്ക്കേണ്ടത്, പക്ഷേ എനിക്ക് വാൽക്കണ്ണാടി ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കണ്ണാടി വെച്ചത്. ദേവിയെ സങ്കല്പിച്ചിട്ടാണ് ഈ ഒരു കണ്ണാടി വയ്ക്കുന്നത്. പിന്നെ ഭഗവാന്റെ മുമ്പിൽ അരി വയ്ക്കുന്നുണ്ട് കേട്ടോ. ചിലർ നെല്ല് വെക്കും, ചിലർ അരി വെക്കും. ഞാൻ അരിയാണ്, എനിക്കിപ്പോൾ നെല്ലൊന്നും ഇവിടെ കിട്ടാനില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അരിയാണ് വയ്ക്കുന്നത്. നാഴി ഇല്ലായിരുന്നു, നാഴി നാട്ടിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞു കുടത്തിലാട്ടോ അരി വെച്ചിരിക്കുന്നത്. പണപ്പെട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ഹൗസ് വാമിങ്ങിന് കയറാൻ നേരത്ത് അമ്പലത്തിൽ നിന്ന് പൂജിച്ച ഒരു കോയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എല്ലാ വർഷവും ഈ ഒരു പണപ്പെട്ടിയോടെയാണ് വയ്ക്കുന്നത്. പിന്നെ സ്വർണവും വയ്ക്കും. പിന്നെ എത്രയോ കോയിൻസോ നോട്ടോ അതെല്ലാം ഞാൻ ഇതിൻ്റെ അകത്താണ് വയ്ക്കുന്നത്. പിന്നെ പുതിയ വസ്ത്രം വയ്ക്കും, അത് സെറ്റ് മുണ്ടോ ഏതായാലും അതും വയ്ക്കും ഞാൻ. പിന്നെ കുങ്കുമം ഞാൻ ഇവിടെ ദിവസം പൂജിക്കാനായിട്ട് ആറ്റുവലമ്മയുടെ അവിടെ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു കുങ്കുമം. അപ്പോൾ അതുകൊണ്ട് വേറെ കുങ്കുമം വയ്ക്കുന്നില്ല, ഞാൻ ഈ ഒരു കുങ്കുമം തന്നെയാണ് വയ്ക്കുന്നത്. അതേപോലെ കൺമഷി വയ്ക്കാം, അത് വയ്ക്കാം. പിന്നെ ഞാൻ വയ്ക്കുന്നത് നവധാന്യങ്ങൾ വയ്ക്കും. നവധാന്യങ്ങൾ എല്ലാം വയ്ക്കും. ഞാനൊരു കുഞ്ഞ് ചെറിയൊരു പാത്രത്തിൽ എല്ലാ നവധാന്യങ്ങളും വയ്ക്കുന്നത് നല്ലതാണ്. ചിലയിടത്ത് വയ്ക്കും, ചില നാട്ടിൽ വയ്ക്കില്ല. എൻ്റെ നാട്ടിലൊക്കെ നവധാന്യങ്ങളും വയ്ക്കും കേട്ടോ. പിന്നെ വയ്ക്കുന്നത് അന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കും, ഉണ്ണിയപ്പവും നേദിക്കും. പിന്നെ ഭഗവാന് നേദിക്കുന്നത് പാൽപ്പായസവും നേദിക്കും. അപ്പോൾ ഉണ്ണിയപ്പവും പാൽപ്പായസമാണ് ഭഗവാന് നേദിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ എൻ്റെ നാട്ടിലും ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ ഒരുക്കുന്നത് കണിയൊക്കെ. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഒരുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിൽ ഒരുക്കുന്നതെന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തൊക്കെ സാധനങ്ങളാണ്, ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഒരുക്കുന്നത്. അപ്പോൾ ഒരുപാട് വേറെ വേറെ കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞു തരണേ. അതേപോലെ ഭഗവാന്റെ മുൻപിൽ ഒരു ചെറിയ ഉരുളയിലോ കിണ്ണത്തിലോ കുറച്ച് മഞ്ചാടിക്കുരു വയ്ക്കുന്നതും ഏറ്റവും നല്ലതാണ്. അതേപോലെ ഭഗവാൻ ഇഷ്ടമുള്ള മയിൽപ്പീലി വയ്ക്കുന്നത്
ഏറ്റവും ഉത്തമമാണ് കേട്ടോ. എനിക്കിപ്പോൾ മയിൽപ്പീലിയോ മഞ്ചാടിക്കുരു ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വയ്ക്കാത്തത്. പിന്നെ രാവിലെ എണീക്കുമ്പോൾ കണി കാണുമ്പോൾ ഈ നമ്മൾ വച്ചിരിക്കുന്ന കണ്ണാടിയിൽ നമ്മുടെ മുഖം കൂടെ കാണണമെന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും ഉത്തമമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ വെറ്റില, അടയ്ക്ക, അത് പുതുവസ്ത്രം വച്ചിരിക്കുന്ന ആ ഒരു തട്ടത്തിലുണ്ടല്ലോ, അതിൽ തന്നെ വയ്ക്കാവുന്നതാണ്. അതിൽ തന്നെ നാണയങ്ങളും വയ്ക്കാവുന്നതാണ്. പിന്നെ എപ്പോഴാണ് കണി കാണുന്നതിന് ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയമാണ് ഏറ്റവും ഉത്തമം. അതൊരു 4 മണി തൊട്ട് 5 മണി വരെയുള്ള സമയമാണ് ഏറ്റവും നല്ലത് കണി കാണാനുള്ളത്. ചിലവർ രാത്രി തന്നെ വിളക്ക് തെളിയിച്ച് വെച്ചേക്കും രാവിലെ കണി കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ കത്തിക്കുന്ന സമയത്ത് കരിന്തിരി കത്തുന്നൊരു പേടിയുള്ളതുകൊണ്ട് എല്ലാവരും രാവിലെ എണീറ്റിട്ടാണ് വിളക്ക് തെളിയിച്ച് കണി കാണുന്നത്. അതായിരിക്കും കൂടുതലും നല്ലത്. ചിലപ്പോൾ ഈ കരിന്തിരി കത്തിയാൽ അതൊരു അശുഭമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു അറിവ് വെച്ചാണ് ഞാൻ ഞങ്ങളുടെ നാട്ടിലും എൻ്റെ വീട്ടിലൊക്കെ ഒരുക്കുന്ന രീതി വെച്ചാണ് കേട്ടോ ഞാൻ ഈ ഒരു വിഷുക്കണി ഒരുക്കുന്ന രീതി പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാവർക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ്. താങ്ക് യു.